വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോയെന്ന് അറിയാനായിട്ട് നേരെ ഗൂഗിളിലോട്ട് പോവുക. കേരള ഇലക്ഷൻ കമ്മീഷൻ എന്ന് സെർച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വോയിസ് ഉണ്ടെങ്കിൽ അങ്ങനെ കേരള ഇലക്ഷൻ കമ്മീഷൻ എന്ന് വോയിസ് കൊടുക്കുക. ആ ഒരു പേജ് ഓപ്പൺ ആവും. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ചോദിക്കും, അതുപോലെ വാർഡ് ചോദിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തൊരു നമ്പർ വരുന്നതാണ്. ആ നമ്പർ അടിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്പെല്ലിങ് പോലെ ഉണ്ട്, ആ സ്പെല്ലിങ്ങും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ പേജ് ഓപ്പൺ ആയിട്ട് നമ്മുടെ പേര്, ഇതിപ്പോൾ എൻ്റെ പേരാണ് കാണിച്ചേക്കുന്നത്. അത് വോട്ടറിൻ്റെ നമ്മളുടെ ഇപ്പോൾ പേര് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വോട്ടർ ലിസ്റ്റ് അറിയാനായിട്ടാണെങ്കിൽ സെയിം അതിൽ തന്നെ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലും സെയിം ഇതേപോലെ ഡിസ്ട്രിക്റ്റ്, അതേപോലെ വാർഡ്, അതേപോലെ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നേരത്തെ കാണിച്ച പോലെ ആ നമ്പർ കാണിക്കും. എന്നിട്ട് അതിന് ശേഷം ആ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ള്, അതായത് പൊറ്റക്കുഴി എന്നുള്ളതാണ് എൻ്റെ ഇത് വരുന്നത്. അതിനകത്ത് ആ നമ്പർ, ആ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ്, നമുക്ക് ആ ഫുൾ ലിസ്റ്റ് അതിനകത്ത് ഇങ്ങനെ കാണുന്നതായിരിക്കും. നമുക്കിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും നമ്മുടെ പേരുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പേര്, ഫാമിലിയുടെ പേര് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പേര് റെഡ് മാർക്കായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അത് കുറേ പേര് സ്ഥലം മാറിപ്പോയതോ അല്ലെങ്കിൽ അവർ മാറ്റപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ മാറിയതോ ഒക്കെ ആയിരിക്കും. ഇതുപോലെ 1000 ചില്ലാനം പേര് നമ്മുടെ ആ ഒരു ലിസ്റ്റ്, പൊറ്റക്കുഴി എന്നുള്ള എൻ്റെ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് വോട്ടർ ലിസ്റ്റ്.